തേഞ്ഞടാ, ഞാൻ തേഞ്ഞ്. ഇനി വെള്ളമടിയൊക്കെ നിർത്തിയേ പറ്റത്തുള്ളൂ. എന്ത് തേയാ? നീ ഒന്ന് സമാധാനിച്ചേ. നീ ഒറ്റയ്ക്കൊന്നുമല്ലല്ലേ ഇതിനെ ഉണ്ടാക്കിയത്. ആ ചെക്കനല്ലേ, അവനെ വിളിക്ക്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ആരെയാ വിളിക്കേണ്ടതെന്നറിയില്ല. ആ DJ ചെക്കനാണെങ്കിൽ ബെഡിൽ പുലിയായിരുന്നു. ടാറ്റു ചെക്കനെ കാണാൻ പൊളിയും. അതുകൊണ്ട് ഞാൻ ഒരേ സമയം രണ്ടാളും ഡേറ്റ് ചെയ്തടാ. മിയേന്റെ കയ്യിൽ ഇനിയിപ്പോൾ ക്ലിനിക്കിലേക്ക് പോകാൻ പൈസയൊന്നും ഇല്ല. അതുകൊണ്ട് യങ് നമുക്കൊന്ന് ഒരുമിച്ച് നാളെ പോവാം, പൈസ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ടല്ല, അവള് പിന്നീട് തിരിച്ചു കൊടുക്കണം. അടുത്ത ദിവസം രണ്ടാളും കൂടെ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. അബോഷന്റെ കാര്യം പറഞ്ഞതും ഡോക്ടർ ദേഷ്യപ്പെട്ട്, ഇത് മുഖക്കുരുവൊന്നും അല്ല പൊട്ടിച്ചു കളയാൻ. നീ ഒരു പെണ്ണല്ലേ, ഈ ചെയ്യുന്നതൊന്നും നിന്റെ ബോഡിക്ക് നല്ലതല്ല. നിന്റെ പാരന്റ്സിന് ഇതൊക്കെ അറിയോ? നിന്റെ അമ്മ എന്താ പറഞ്ഞേ? അവർക്ക് അറിയില്ലായിരിക്കും അല്ലേ. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കേണ്ടവളാന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. മിയക്കിത് കേട്ട് ദേഷ്യം വന്ന് അവിടെ ഇരുന്ന ഗർഭാശയത്തിന്റെ മോഡൽ എടുത്തോണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ഒറ്റയോട്ടം. എന്റെ യൂട്രസ് താടിയെന്ന് പറഞ്ഞ് ഡോക്ടർ പുറകെയും. നീ അവളുടെ കൂടെയല്ലേ വന്നത്, അവളെ പോയി പിടിക്ക്, പോന്നും പറഞ്ഞിട്ട് യങ്ങിനെ പുറകെ ഓടിച്ചു വിട്ടു. പുറകെ പോയി പിടിച്ച യങ് അവളെ വഴക്ക് പറഞ്ഞു. അയാൾക്കത് ചെയ്യാൻ പറ്റിയില്ലേലും വേണ്ട, നീ അതിന് ഇതും പൊക്കി എടുത്തോണ്ട് ഓടിയെന്തിനാന്നേ. അപ്പോഴുണ്ട് ഹോസ്പിറ്റൽ സ്റ്റാഫ് അവിടേക്ക് പൊന്നുമോളെ അതിങ്ങ് തിരിച്ചതാന്നും പറഞ്ഞോണ്ട് വരുന്നു. എനിക്കിത് തരാൻ പറ്റത്തില്ല, സോറി. നിങ്ങളും കേട്ടതല്ലേ കളവൻ പറഞ്ഞതൊക്കെ. അയാൾക്ക് അരപ്പിരിയാണ്, അത് എനിക്കും അറിയാം. പക്ഷെ മോളാ സാധനം ഇങ്ങ് തന്നേ, ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമാവും. സ്റ്റാഫിനെ കണ്ട് പാവം തോന്നിയോണ്ട് അവൾ ആ യൂട്രസ് തിരിച്ചു കൊടുത്തു. സ്റ്റാഫ് ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു കൊടുത്തു. അവിടെ ഇതിന് നല്ല ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ മെഡിക്കൽ പ്രൊസീജിയറൊക്കെ ആ ഹോസ്പിറ്റലിൽ പോയി ചെയ്തു. വയ്യാണ്ട് കിടക്കണ മിയെ യങ് ഹാപ്പി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവളെ കെയർ ചെയ്തു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് അവൾ പഴയ പോലെ ആയത്. അങ്ങനെ ഒരു ദിവസം അവൻ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മിയ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ സോജു ഇല്ല. സോജു എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു തരം ബെവറേജ് ആണ്. അവൾക്ക് അതില്ലാണ്ട് നൂഡിൽസ് തിന്നാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ പോയി വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു. നീ ഈ അവസ്ഥയിൽ പോവൊന്നും വേണ്ട, നൂഡിൽസ് നോക്കിക്കോ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് യങ് പുറത്തേക്ക് ഇറങ്ങി. പുറത്തുണ്ടടാ അപ്പൊ ദേ ഇരിക്കണ് നമ്മുടെ നാമ്. യങ് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, രുചിയായിട്ട് എന്തേലും കഴിക്കട്ടെ എന്ന് കരുതി ഹോം മെയ്ഡ് ഫുഡുമായിട്ട് വഴിയിൽ കാത്തിരിക്കുമായിരുന്നവൻ. അവനാണെങ്കിൽ യങ്ങിന്റെ അപ്പാർട്ട്മെന്റ് കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിയില്ല. യങ്ങിനെ എങ്ങാനും കാണാൻ പറ്റിയാൽ കൊടുക്കാന്നുള്ള പ്രതീക്ഷയിൽ അവൻ അവിടെ കാത്തിരിക്കുമായിരുന്നു. ബ്രേക്കപ്പ് ആയിട്ടും ഇവനിതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് യങ്ങിന് ദേഷ്യം വന്നു. നിനക്ക് എങ്ങനെ എന്നെ പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകാൻ പറ്റി? എനിക്ക് നിന്നെ എന്ത് ഇഷ്ടാന്നറിയോ? നീ അല്ലാണ്ട് എനിക്കിപ്പോ പറ്റുന്നില്ല, ഒരു സമാധാനം ഇല്ല. ഒരിക്കൽ പോലും നമ്മളെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് നീ എന്നെ കുറിച്ച് ഓർത്തിട്ടില്ല. വെള്ളം അടിച്ചിട്ട് നിൽക്കുന്ന നാമിന്റെ മുഖത്തേക്ക് നോക്കി, ഇല്ല ഞാൻ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കൂടിയില്ല എന്ന് യങ് പറഞ്ഞു. നീ എന്നെ കുറിച്ച് ഓർക്കാറില്ലേൽ കൂടെയും നമുക്കിടയ്ക്കൊന്ന് മീറ്റ് ചെയ്തൂടെ? എനിക്ക് പെട്ടെന്ന് നിന്നെ മറക്കാൻ പറ്റുന്നില്ല, നീ ഒന്ന് മനസ്സിലാക്ക്. നമ്മൾ ഡേറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴേക്ക് ഞാൻ ശ്വാസം മുട്ടുമായിരുന്നു. എനിക്ക് നിന്റെ ഫുഡും വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് പോയി തരുമോ? എനിക്ക് പോയിട്ട് നൂഡിൽസ് ഉണ്ടാക്കാനുള്ളതാണ്. നൂഡിൽസോ? എനിക്ക് നൂഡിൽസിന്റെ വില പോലും നീ തരുന്നില്ലേ എന്ന് പറഞ്ഞ് നാം അങ്ങനെ കരയാൻ തുടങ്ങി. എങ്ങനെ കാണാത്തോണ്ട് അങ്ങോട്ട് അന്വേഷിച്ച് വന്ന മിയ നടന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവൾ അവിടേക്ക് വന്ന് ആ ഫുഡ് എങ്ങനെ ഏൽപ്പിച്ച് നാമിനെ വിളിച്ചുകൊണ്ട് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് പോയി. മിയയും യങ്ങും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ കോളേജിൽ അവർ കപ്പിൾസ് ആണെന്ന റൂമേഴ്സ് ഒക്കെ ഉണ്ടായി. മാത്രവുമല്ല അവരൊന്നിച്ച് താമസിക്കുന്നതും അവൾക്ക് അബോഷൻ ആയതുമൊക്കെ പിള്ളേരെല്ലാം അറിഞ്ഞു. എന്നാൽ അവരതൊന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഒരു ഗേ ആയതുകൊണ്ടുള്ള കഷ്ടപ്പാട് മിയയും ഒരു പെണ്ണാകുമ്പോഴുള്ള കഷ്ടപ്പാട് യങ്ങും മനസ്സിലാക്കി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ തരികിടയൊക്കെ നിർത്തി ഒന്നിച്ച് കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവളുടെ കഷ്ടപ്പാടിന് ഫലം കിട്ടി. മിയയ്ക്ക് നല്ലൊരു കമ്പനിയിൽ ജോലിയായി. അതുകൊണ്ട് അവള് പെട്ടിയും കിടക്കെടുത്ത് യങ്ങിനോട് ബൈ പറഞ്ഞു പോയി. യങ് ആദ്യമായിട്ട് ആ റൂമില് ഒറ്റയ്ക്ക് കിടക്കുവാണ്. അവനവളെ വല്ലാണ്ട് മിസ് ചെയ്തു. കിട്ടിയ ഫ്രീ ടൈമിലൊക്കെ മിയ പറഞ്ഞ പോലെ റൈറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് അവൾ തിരിച്ചു വരുന്നുണ്ടെന്നറിഞ്ഞ് അവൻ റൂമൊക്കെ അലങ്കരിച്ച് സെറ്റാക്കി. വിളിക്കാൻ വരണോന്ന് ചോദിച്ച അവന്റെ മെസ്സേജിന് റിപ്ലൈ ആയിട്ട് വന്നത്, അതിന്റെ ആവശ്യമില്ല, ഞാൻ കാറിൽ വരുന്നുണ്ട് എന്നാണ്. അവൻ ചെന്ന് നോക്കിയതും ദേണ്ടേ മിയ ഒരു പയ്യന്റെ കൂടെ കാറിൽ വന്നിറങ്ങുന്നു. അവനെ ഹഗ് ചെയ്യുന്നു. അവളുടെ കയ്യിലൊരു ബൊക്ക. റൂമിലേക്ക് കയറിയ അവളോട്, ആരാ അവൻ? നീ എപ്പോഴാ അവനെ മീറ്റ് ചെയ്തേ? അവന്റെ പിക്ക് കാട്ടെന്നും പറഞ്ഞ് യങ് ഒരേ ബഹളം. ഞാൻ അവനെ ജോലിയിൽ വെച്ച് പരിചയപ്പെട്ടതാ, വലിയ ലുക്കൊന്നും അല്ല, ഒരു ആവറേജ് എന്ന് പറഞ്ഞിട്ട് മിയ ആ പയ്യന്റെ പിക്ക് എടുത്ത് യങ്ങിന് നേരെ കാട്ടി. അവൾ ഇതിനു മുന്നേ ഡേറ്റ് ചെയ്ത പയ്യന്മാരെ പോലെ അല്ല. ഈ ചെക്കൻ പഠിച്ച് ജോലിയൊക്കെ വാങ്ങി മാന്യമായിട്ട് ജീവിക്കുകയാണ്. യങ്ങിന് ഇത് കേട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്ങനെ നടന്ന പെണ്ണ, നീ എന്തിനാ പിന്നെ ഇവനെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും ചോദിച്ച് അവൻ അവൾക്ക് സമാധാനം കൊടുത്തില്ല. അവൻ പ്രപ്പോസ് ചെയ്തു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇനി ഇത് ശരിയായില്ലേ ഞങ്ങൾ ബ്രേക്കപ്പ് ആയിക്കോളാന്ന് പറഞ്ഞ് അവൾ കിടന്ന് അലറാൻ തുടങ്ങി. എങ്ങനെയാണെങ്കിൽ കഥ മുഴുവൻ അറിയാണ്ട് ഒരു സമാധാനവും ഇല്ല. അവൾ അതുകൊണ്ട് ബോയ് ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും മീറ്റ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റപ്പ് അറേഞ്ച് ചെയ്തു. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് ലീ.
അവിടേക്ക് വന്ന യങ്ങിനോട് പൊന്നുമോനെ കുളവാക്കല്ലേ എന്ന സിഗ്നൽ അവൾ കണ്ണു വെച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവനതൊന്നും കാര്യമാക്കാണ്ട് അവളെ ഇൻഡയറക്റ്റ് ആയിട്ട് ഊക്കിക്കൊണ്ടേയിരുന്നു. മിയയും ബോയ് ഫ്രണ്ടും ആയിട്ടുള്ള റിലേഷൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാളും സീരിയസ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോയി. മിയ പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ ഒരു കൊച്ച് അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മിയ കോളേജ് ടൈമിൽ ഒരു പയ്യന്റെ ഒപ്പമാണ് താമസിച്ചതെന്ന് ഈ കുട്ടി ലിയോട് ചെന്ന് പറഞ്ഞു. അവനാണേല് ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പോലും റൂം ഷെയർ ചെയ്യുന്നത് ഒരു പെൺസുഹൃത്താണെന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ലീ അവളോട് ചോദിച്ചു. ആ ഗോയങ് അവനല്ലേ നിന്റെ കാമുകൻ, എനിക്കിനി പറ്റത്തില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നവൻ പറഞ്ഞു. മിയക്കാണേല് ലീനെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാണ്ട് യങ് ഗേ ആണെന്ന സത്യം അവൾക്ക് പറയേണ്ടി വന്നു. ഈ കാര്യമൊക്കെ യങ് അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവാ? നമുക്കത് അടുത്ത വീഡിയോയിൽ അറിയാം. See you in the next episode and thank you for watching.